എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കണത് ഞാൻ ടെറസിൻ്റെ മുകളിൽ നട്ടുണ്ടാക്കിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു വയലറ്റ് കളറായിട്ടുള്ള ഒരു മുളകാണ്, ഉണ്ട ആയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് നല്ല പോലെ ഉണ്ടാവും. ഇത് ഉണ്ടാക്കാനായിട്ട് ഒട്ടും ബുദ്ധിമുട്ടുമില്ല, പെട്ടെന്ന് തൈയൊക്കെ കിട്ടും. ഇത് നമ്മുടെ കൊമ്പമുളക് എന്ന് പറയും. കുറച്ച് നീളമുള്ള മുളകാണ്, പക്ഷെ ഇതിങ്ങനെ വളർന്നായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ പ്രത്യേകത മുകളിലോട്ടായിട്ടാണ് മുളക് ഉണ്ടാവുക. ഇത് ഞാനിവിടെ നഴ്സറിയിൽ നിന്ന് തൈ വാങ്ങിയതാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളകാണ്. ഞാൻ കാശ്മീരി മുളക് വാങ്ങിയപ്പോൾ അതിൻ്റെ അരിയിട്ട് തൈ മുളപ്പിച്ചതാണ്. ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട്. ഞാൻ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇത് ഒരു എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, വെള്ള കളറായിട്ടുള്ള കുറച്ച് വലിയ മുളകാണ്. എനിക്ക് പേരറിയില്ല. വെള്ള കളറായിട്ടുള്ള മുളകാണ് ഇത്. നമ്മൾ നേരത്തെ കാണിച്ച കാശ്മീരി മുളക് തന്നെയാണ്. ഇതിൻ്റെ കുറേ തൈകൾ എൻ്റെ കയ്യിലുണ്ട്. നന്നായിട്ടുണ്ടാവും, നല്ല പോലെ പിടിക്കും. ഇത് വേറൊരു തരം മുളകാണ്. ഒരു ഉണ്ട, അതായത് അധികം നീളമില്ല, കുറച്ച് തടിച്ചിട്ട് ഉണ്ട ആയിട്ടുള്ളൊരു മുളക്. ഇതും ഞാൻ വാങ്ങിയ അരി ഇട്ട് മുളപ്പിച്ചെടുത്തതാണ്. ഇത് പിന്നെ നമ്മുടെ ഇവിടെ കാന്താരി മുളക് അല്ലെങ്കിൽ ചൂനിയ മുളക് എന്നൊക്കെ പറയും. ആ മുളകാണ് സാധാരണ മിക്കവരുടെ അടുത്തുണ്ടാകുന്ന മുളകാണ്. ഇത് എൻ്റെ വഴുതനയാണ്. വഴുതന എൻ്റെ കയ്യിൽ ഒരു 2-3 തരം വഴുതനയുണ്ട്. ഇത് നമ്മുടെ വെള്ള കളറായിട്ട് നല്ല നീളമായിട്ട് ഉണ്ടാകുന്ന വഴുതനയാണ്. ഇത് വയലറ്റ് കളറായിട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ്, ഉരുണ്ട വഴുതനയാണ്. ഇത് വയലറ്റ് കളറായിട്ട് തന്നെ, അതായത് ചെറിയൊരു വയലറ്റ് കളറായിട്ട് നീളനായിട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ 3 തരം വഴുതനയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ഇത് തക്കാളിയാണ്. തക്കാളിയും ഇതുപോലെ ഇഷ്ടം പോലെ ഞാനിവിടെ തൈ മുളപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ഇഷ്ടം പോലെ ഉണ്ട്, നല്ല പോലെ ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ചാക്കിൽ മണ്ണ് നിറച്ചിട്ടാണ്. അതിൽ ആ ഒരു ചാക്കിൽ ഒരു തക്കാളി തൈയല്ല, ആ തക്കാളി തൈൻ്റെ കൂടെ ഞാൻ 2-3 ചീരയുടെ തൈയും കൂടെ വയ്ക്കും. അങ്ങനെ ചിലപ്പോൾ അതിൽ വഴുതനയുടെ തൈ വയ്ക്കും. അങ്ങനെയൊക്കെ. കാരണം ഒരുപാട് ചാക്കുകളൊക്കെ കയറ്റി വെച്ച് അങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം ഏത് വിധേനയും നമുക്ക് കൃഷി ചെയ്യുക, നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കുക എന്നുള്ള ഇതിലാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ എന്നും നമുക്ക് പച്ചക്കറി കിട്ടാനായിട്ട് ഒരു ചെടി നശിച്ചു പോകുമ്പോഴേക്കും നമ്മൾ അടുത്ത റൗണ്ട് തൈ മുളപ്പിച്ച് എടുക്കണം. ഇവിടെ അതുപോലെ ഉണ്ടാക്കിയ തക്കാളി തൈയാണ് കാണിക്കണേ. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എപ്പോഴും പച്ചക്കറികൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വേറൊരു ഇനം വെണ്ടയാണ്. ഇപ്പോൾ നമ്മൾ 2-3 തരം വെണ്ട കാണിച്ചു. ഒരു വയലറ്റ് കളറായിട്ടുള്ളത്, പിന്നെ വലിയ കൊമ്പൻ വെണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വെളുത്ത കളറായിട്ട് നല്ല നീളനായിട്ടുള്ളത്. ഇത് വേറൊരു തരം വെണ്ടയാണ്. അങ്ങനെ 3-4 തരം വെണ്ട എൻ്റെ കയ്യിലുണ്ട്. ഇത് ഒരു വയലറ്റ് കളറായിട്ട്, ഇതും നല്ല വലിയതായിട്ട് നല്ല നീളം വയ്ക്കുന്ന വെണ്ടയാണ്. ഇതും കണ്ടോ. ഉണ്ടോ, ഒരു ചാക്കിൽ തന്നെ ചിലപ്പോൾ കുമ്പളത്തിൻ്റെ തെയ്യുണ്ട്. അങ്ങനെ 2-3 തരം ഒക്കെ ഉണ്ട്, നമ്മൾ വയ്ക്കും. ഇത് വേറൊരു ഇനമാണ്, വേറൊരു തരം ഇനം വെണ്ടയ്ക്കാണ്. എല്ലാം നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇത് വയലറ്റ് കളറായിട്ടുള്ള വെണ്ടയുടെ തൈയാണ്.
ഇത് വെള്ള നമ്മൾ കണ്ടില്ലേ, അതിൻ്റെ തെയ്യ. ഇതൊക്കെ വെണ്ട വലിയ ഭയങ്കര നീളമായി. അപ്പോൾ അതിൻ്റെ നീളം കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണേ. അങ്ങനെ നല്ല കണ്ടോ, നല്ല നീളമായി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ചെറിയൊരു ചെറുനാരകത്തിൻ്റെ തെയ്യാണ്. വളരെ ചെറിയൊരു തെയ്യാണ്. ഞാൻ ഗ്രോ ബാഗിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിൽ പക്ഷെ നന്നായിട്ട് നല്ല പോലെ ചെറുനാരങ്ങ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നല്ല പോലെ കണ്ടോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതിപ്പോൾ ഏകദേശം ആദ്യം ഉണ്ടായതൊക്കെ പഴുക്കാറായി, മെല്ലെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതുമേ എപ്പോഴും ഇപ്പോൾ ഞാനിത് കുഴിച്ചിട്ട് കുറച്ച് ഒരു 2 മാസമൊക്കെ ആയപ്പോഴത്തേനും തന്നെ പൂവുകളുണ്ടായി, അങ്ങനെ കായായി വരും. ഇതൊക്കെ എൻ്റെ ചീരയാണ്. ചീര ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇതിൻ്റെ കൂടെയും ഞാൻ 1, 2, 3 ചീരയുടെ തെയ്യും കൂടെ അങ്ങ് ഇടും. അപ്പോൾ ചീരയും അതിൻ്റെ കൂടെ ഉണ്ടായി കിട്ടും. ചീര പിന്നെ നമ്മൾ ശരിക്കും ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം കട്ട് ചെയ്ത് നമ്മളെടുത്ത് കറി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഞാൻ ചീര പാകി നിർത്തിയിട്ടുള്ളതാണ്, ചുമന്ന ചീരയും വെള്ളച്ചീരയൊക്കെ. അപ്പോൾ നമുക്ക് തീരുന്നതിനനുസരിച്ച് പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ കുമ്പളമാണ്. കുമ്പളങ്ങ ഒത്തിരി ഉണ്ടായി. ഇത് മാവിലും പ്ലാവിലൊക്കെ ആയിട്ട് പടർന്ന് കയറി കിടക്കണതാണ്. ഒത്തിരി കുമ്പളങ്ങയായി ഉണ്ടാവണം. ഇതാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പ് നന്നായി ഉണ്ടാവും. ഇത് ആദ്യം ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് പൊട്ടി മുളച്ചുണ്ടാക്കി ഞാൻ വേറെ വേറെ ചാക്കിലേക്ക് മാറ്റി വെച്ചതാണ്. ഇത് കുക്കുംബറാണ്. കുക്കുംബറും ഉണ്ട്, കറ്റാർ വാഴയുണ്ട്. ഇത് കുറച്ച് ടെറസിൻ്റെ മുകളിൽ തന്നെയുള്ള പുതിനയാണ്. പുതിന നല്ല പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ചീര എല്ലാം കൂടെ, അതായത് ഒരു ചാക്കിനകത്ത് തന്നെ പലതരം സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് നിങ്ങളെ കാണിക്കണേ. ഇത് കോവലാണ്. കോവല് പടർത്താനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് അടിയിൽ താഴെ വെച്ച് ടെറസിൻ്റെ മുകളിലേക്ക് ചുമ്മാ പടർന്ന് കയറിയിട്ടുള്ളതാണ്. ഇതുമ്മേ നിങ്ങൾക്ക് ചെറുതായിട്ട് പൂവൊക്കെ കാണാനായിട്ട് പറ്റും. ഇതുമ്മേ കായയുമുണ്ട് നല്ല പോലെ. നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും കോവയ്ക്ക നമുക്ക് കറി വയ്ക്കാനായിട്ട് നമുക്ക് കോവയ്ക്ക കിട്ടും. അത്രയും കിട്ടും നമുക്ക് ആവശ്യത്തിനുള്ളത്. 2 ബക്കറ്റിലായിട്ട് നട്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇത്. ഇത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ കെട്ടി പടർത്തി വിടണം. അപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കുറേശ്ശെയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി പച്ചക്കറികൾ ഒരുമിച്ചുണ്ടാക്കാനായിട്ട് പറ്റിയില്ലെങ്കിലും 2 or 3 കൂട്ടം പച്ചക്കറി നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങാം. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്, നല്ല തിരക്കും ആണ്. എന്നാലും നമ്മുടെ വീട്ടിലുള്ള വിഷമില്ലാത്ത പച്ചക്കറി അത് കഴിക്കാനുള്ള ആഗ്രഹത്തിനാണ് ഞാൻ ഇതൊക്കെ കുറേശ്ശെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളെയും ഞാനിതൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം.